പാലാ ഭരണങ്ങാനത്ത് സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞു. ഗർഭിണി ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റു. എറണാകുളത്ത് നിന്നും ഈരാറ്റുപേട്ടയ്ക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, ഈ അപകടം എങ്ങനെ സംഭവിച്ചു? ഈ അപകടത്തിൽപ്പെട്ടവരുടെ ആരോഗ്യസ്ഥിതി, ഗർഭിണി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ള ഒരുപക്ഷ ആശങ്കപ്പെടുത്തുന്ന വാർത്ത. ഇപ്പോൾ നമുക്ക് നിലവിൽ കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, ഗർഭിണി അടക്കം 11 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ബസ് ഡ്രൈവറുടെ തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നത് ബസ് ഇങ്ങനെ 3 തവണ മറിഞ്ഞു എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഭരണങ്ങാനം മേരിഗിരി ആശുപത്രിക്കും അതുപോലെ തന്നെ പെട്രോൾ പമ്പിനും സമീപത്താണ് അപകടമുണ്ടായത്. മഴ പെയ്തു കിടക്കുന്ന ഒരു റോഡിൽ ബസ് തിങ്ങിയാണ് അപകടമുണ്ടായത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പാലാ പോലീസും അതുപോലെ തന്നെ പാലാ ഫയർഫോഴ്സും ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള ടീം എമർജൻസി അംഗങ്ങളുമാണ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇപ്പോൾ ഇവരെ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ഇപ്പോൾ നിലവിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ ഗർഭിണി അടക്കം 11 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബസ് ഡ്രൈവറുടെ തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നേ ഉള്ളൂ. എറണാകുളത്ത് നിന്നും ഈരാറ്റുപേട്ടയിലേക്ക് വരികയായിരുന്ന ക്രിസ്റ്റീന എന്ന ബസ്സാണ് ഇന്ന് 9 മണിയോടുകൂടി അപകടത്തിൽപ്പെട്ടത്. ലക്ഷ്മി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.